മസൈമര ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്കവറി ആനിമൽ പ്ലാന്റ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കാലം മുതൽ ഒരു ഡ്രീം ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം പോകുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ആ സമയത്ത് ഒലോഷിപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ അത് വളരെ ക്ലോസ് നടന്നു വന്നു. അപ്പം ആ ഒരു ഫ്രെയിമാണ് ആക്ച്വലി ഞാനത് പിക്ചറല്ല, ഫോട്ടോ എല്ലാം എടുത്തത്, വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഇതുവരെ ഉള്ളതിൽ ഏറ്റവും. വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. ഒരു ഭയങ്കര തൃപ്തിയാണ്. നമ്മളിപ്പോൾ വേറെ ഒരു ജോലിയും ചെയ്യുന്ന പോലെയല്ല. ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു ആദ്യം. അപ്പോൾ നമ്മൾ ബാക്കി ജോലികൾ ചെയ്യുന്ന പോലെയല്ല, കാട്ടിലേക്ക് ഇതെൻ്റെ ജോലിയുടെ ഭാഗം കൂടി ആയിട്ടാണ് കാട് കയറുന്നത്, പ്ലസ് എൻ്റെ ഇൻട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ആയതുകൊണ്ടായിരിക്കാം ഒരു 10 ദിവസം കാട്ടിൽ നിന്നാലും തിരിച്ചു വരാൻ നേരം സങ്കടമാണ്. ഒരിക്കലും ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആണ്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് പേര് വന്ന് ഒരു തവണ വന്ന് തുടങ്ങി പിന്നെ തിരിച്ചു പോക്കില്ല. അതൊരു ഹോളിഡേ മൂഡാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മൈൻഡ് റിഫ്രഷ് ആകുന്നൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഇത്ര നാളും കാണുന്ന കാഴ്ചകളല്ല, അനിമൽസിന്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നൊരു ഫീലാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ നിക്കോണാണ്. ഞാൻ പണ്ട്, അതായത് കാട് കയറി തുടങ്ങിയ സമയത്ത്, ട്രാവലിംഗ് തുടങ്ങിയ സമയത്ത് ഫ്യൂജി ഫിലിം ആയിരുന്നു. ഇപ്പം അതിൻ്റെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്ന് മാത്രം. വലിയ അടിപൊളി ക്യാമറയൊന്നും ആയിട്ടില്ല. നിക്കോൺ C6 Mark III എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ്. സെയിം നിക്കോൺ തന്നെയാണ്. നിക്കോൺ C8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല്. നമ്മൾ എക്യുപ്മെന്റ്സിന്റെ മാത്രം പ്രൈസ് എടുക്കുവാണെങ്കിൽ ഒരു 8 to 10 lakhs വരും. എല്ലാം കൂടെ ക്യാമറ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ എക്യുപ്മെന്റ്സ് അല്ല, ക്യാമറ എക്യുപ്മെന്റ്സ് അല്ല. ഇപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ അടുത്ത് മസായിമാരി ആയിരിക്കും. കാരണം അത്രയും ദൂരെ പോകണം. ഇപ്പൊ ഒരുവിധപ്പെട്ട വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിന്റെ ഒക്കെ സ്വപ്നമായിരിക്കും മസായിമാര. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇന്നൊരു സ്ഥലത്ത് പോയിരിക്കണം എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹം തൊട്ടടുത്ത് നടന്നു പോവാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതുപോലത്തെ സീനൊക്കെയാണ് അവിടെ കാണുന്നത്. സഫാരി വണ്ടിയെ ആ സിംഹം ജനിച്ചു വളർന്ന കാലം മുതൽ, ആ സിംഹത്തിന്റെ അപ്പനും അതിന്റെ അപ്പനും ജനിച്ചു വളർന്ന കാലം മുതൽ സഫാരി അവിടെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-50 വർഷത്തിന് മുമ്പ് മുതലേ മസായിമാരയിൽ സഫാരി ഉണ്ട്. നമ്മൾ വണ്ടിയിൽ അകത്തിരിക്കുമ്പോൾ മൃഗങ്ങളുടെ വിചാരം ഇത് വണ്ടിയുടെ പാർട്ടാണ്. നമ്മൾ ഒരു മനുഷ്യനെ ആയിട്ടല്ല കാണുന്നത്. ആ മൊത്തം വണ്ടിയെ ഒരു സംഭവമായിട്ടാണ് മൃഗങ്ങൾ ഒരുപക്ഷെ കാണുന്നത്. നമുക്ക് കൃത്യമായിട്ട് തെളിവൊന്നുമില്ല, എങ്കിലും ഒരുപക്ഷെ അവരങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പം അതിനുള്ളിലിരിക്കുന്ന മനുഷ്യനെയും ഇവർ സെപ്പറേറ്റ് ആയിട്ട് കാണാത്തത് കൊണ്ട് നമ്മളെ അവർ ആക്രമിക്കാൻ ശ്രമിക്കാറില്ല. ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷന്റെ പുറകെ പോകാൻ പറ്റില്ല. തീർച്ചയായും പറ്റില്ല. ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ഓരോ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. ആ ഒരാഴ്ച എൻ്റെ വൈഫ് പ്രത്യേകിച്ചും പറയാറുണ്ട്, കുടുംബത്തെ അങ്ങ് മറന്നു എന്ന് പറയും. കംപ്ലീറ്റ്ലി വിട്ട് നമ്മൾ വേറൊരു ഇതിലായിരിക്കും. പക്ഷെ അവള് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, അവള് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് സപ്പോർട്ട് ഇമ്പോർട്ടൻസ് ആണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസരം ഉണ്ടോ? ഒരു അവസരമുണ്ട്. നമുക്ക് എന്തായാലും കാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പോകാൻ പറ്റില്ല. അത് പോകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, മൃഗങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, പോകുന്ന നമ്മൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ട്രിപ്പിലും ഒരു 5 പേരെ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ അനൗൺസ് ചെയ്ത് ചിലപ്പോൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഫില്ല് ആവാറുണ്ട്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ ഇപ്പം കാട്ടിനകത്ത് പോയിട്ട് നിങ്ങൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പം വളരെ കാത്തിരുന്ന് ക്ഷമയോടുകൂടി ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഓരോ പടങ്ങൾ എടുക്കണേ. എടുത്ത ഫോട്ടോയിൽ വീഡിയോസിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോ വീഡിയോ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പറയാം? എൻ്റെ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് കിട്ടിയ ഒരു ടൈഗർ. അതിൽ എനിക്ക് അത് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം എനിക്ക് അടുത്തൊരു 4-5 വർഷത്തിൽ വേറെ ഒരു സിറ്റുവേഷനിലും ഉണ്ടായിട്ടില്ല. പെരിയാർ ടൈഗർ റിസർവ് ഒരു ടൈഗർ റിസർവ് ആണെങ്കിൽ പോലും അവിടുന്ന് ടൈഗറിനെ കിട്ടൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സോ അടക്കം ഒരുപാട് പേര് കാട് കയറിയിട്ടുണ്ട്. തേക്കടി കാട് കയറി പല ട്രക്കിംഗ് ഓപ്ഷൻസ് എടുത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടുന്ന് ടൈഗറിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞാനൊരു 6-7 വർഷമായിട്ട് കയറിയിട്ട് ഇതുവരെ ടൈഗറിനെ പെരിയാറിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതെനിക്കൊരു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 40 പ്രാവശ്യത്തിന് മുകളിൽ കയറി കഴിഞ്ഞു. ഇത്രയും പ്രാവശ്യം കയറിയത് കൊണ്ട് ആദ്യത്തെ ഒരു 3-4 പ്രാവശ്യം നമുക്ക് ടൈഗറിനെ കാണുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ 10-20 പ്രാവശ്യം കയറിയാൽ പിന്നെ തീരുമാനമായി ഇനി കയറാനൊന്നും പോകില്ല, ഇനി എന്തെങ്കിലും കിട്ടിയാൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് പോണേ. അങ്ങനെ ഒരു ദിവസം കയറുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കയറി മലയുടെ ഒരു മാനമുട്ടി മല എന്ന് പറയുന്ന മലയുണ്ട്.
കുറച്ച് ബുദ്ധിമുട്ടുള്ള മലയാണ് മല കയറാൻ. അതിന്റെ മുകളിൽ എത്തി റെസ്റ്റ് എടുത്ത് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ കൂടെ നടന്നു വരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത് ടൈഗർ ആണ് എന്ന് അറിഞ്ഞ നിമിഷം ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് അത് ഭയങ്കര. അത് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു 10-25 വർഷം കഴിഞ്ഞാലും ഞാനത് മറക്കില്ല. അങ്ങനെ പിന്നെ ടൈഗർ പിന്നെ അവിടുന്ന് ഒരു പുൽമേട് ഞങ്ങളെ കണ്ട്, ആക്ച്വലി ആൾക്കാർ പറയുന്നതിലുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ഇതാണത്. ടൈഗർ നമ്മൾ കാട്ടിൽ കയറിയത് നമ്മൾ ടൈഗറിനെ കാണുന്നതിന് മുമ്പ് ടൈഗർ നമ്മളെ അറിയും, സ്മെല്ലിലൂടെ അറിയും, സൗണ്ടിലൂടെ അറിയും എന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല ശരിക്കും. കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഒരു ടൈഗർ അത് കൂടെ നടന്നു വരുന്നത്. ഞങ്ങൾ നേരിട്ട് കാണുക. അപ്പൊ നമ്മുടെ സ്മെല്ല് അത്ര അടുത്തൊക്കെ ആണെങ്കിലാണ് അതിന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാറ്റിന്റെ ഇതൊക്കെ ഡയറക്ഷൻ ഒക്കെ അനുസരിച്ച് അവരുടെ സൈഡിലേക്കാണ് കാറ്റടിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ കിട്ടും. അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പെർഫ്യൂം ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും അത് കാണാം. ബ്രൈറ്റ് കളർ ഡ്രസ്സൊക്കെയാണ് ചിലപ്പോൾ ദൂരെ നിന്ന് കാണും, സൗണ്ട് ഉണ്ടാക്കിയാൽ അറിയും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനനുസരിച്ചാണ്. അപ്പോൾ ഈ ക്യാമഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കാടിനെ അറിയാവുന്ന പോലെ പതിയെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നില്ല. കാരണം ട്രക്കിങ്ങിനിടയ്ക്ക് കടുവയെ കിട്ടുന്ന ഇൻസിഡൻസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് പലർക്കും. എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ പെരിയാറിൽ നിന്ന് പറമ്പിക്കുളത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കടുവ അറിയുന്നില്ല, പോലും പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് നടക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കുമ്പോൾ കാണാൻ പറ്റില്ല. കടുവ നേരത്തെ അറിയും, മാറുമല്ലോ. അതെ. അപ്പം ഞങ്ങളങ്ങനെ കാത്തിരിക്കുമ്പോൾ ടൈഗർ പെട്ടെന്ന് വന്നു. ജസ്റ്റ് ഒരു 30 സെക്കൻഡോളം ടൈഗർ അവിടെ ഇങ്ങനെ കറങ്ങി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എണീറ്റപ്പോൾ ടൈഗർ ഞങ്ങളെ കണ്ടു. പെട്ടെന്ന് പുല്ലിനകത്തോടെ കയറിപ്പോയി. അപ്പോൾ പുല്ലിനകത്തോടെ കയറിപ്പോയ സൈഡിൽ കൂടെ ഞങ്ങൾ പോയപ്പോൾ അപ്പുറത്തെ ഒരു പുൽമേട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ അതാണ്. എന്നെ സംബന്ധിച്ച് മസായിമാര ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്കവറിയും ആനിമൽ പ്ലാന്റ് കണ്ടുവരുന്ന കാലം മുതൽ ഒരു ഡ്രീം ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം പോകുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ആ സമയത്ത് ഒലോഷിപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലയൺ ഉണ്ട്. അപ്പോൾ അത് വളരെ ക്ലോസ് നടന്നു വന്നു. അപ്പം ആ ഒരു ഫ്രെയിമാണ് ആക്ച്വലി ഞാനത് പിക്ചറല്ല, ഫോട്ടോ എല്ലാം എടുത്തത്, വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഇതുവരെ ഉള്ളതിൽ ഏറ്റവും. വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിന്റെ വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് അതിന്. ആ ഒലോഷിപ്പ ഇപ്പം ഇല്ല, അത് ഈ അടുത്തിടയ്ക്ക് കൊല്ലപ്പെട്ടു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഡ് വശം കൂടി ഉണ്ട്. അവിടുത്തെ ഭയങ്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലയൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മെയിൽ ലയൺ ആയിരുന്നു ഈ ഒലോഷിപ്പ എന്ന് പറയുന്നത്. അതിന് ഈ ലയണൊക്കെ ഭയങ്കര ഇതായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പം അവരൊക്കെ പറയുന്നത് കേൾക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരാൾ മരിച്ച ഒരു സംഘമാണ് അവർക്ക്. അങ്ങനെ അത്രയും പ്രിയപ്പെട്ട ഒരു ലയണാണ് ആൾക്കാർക്കത്. അതിനെ അടുത്ത് കണ്ടതും അല്ലെങ്കിൽ അടുത്തൂടെ പോയതൊക്കെയാണ് എന്നെ സംബന്ധിച്ചൊരു മറക്കാൻ പറ്റാത്തൊരു കാര്യം. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ നിങ്ങളുടെ കൺമുമ്പിൽ കാണുകയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല. സ്റ്റിൽ ഇന്നും അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു, നിങ്ങളുടെ മനസ്സിലുണ്ട്, എന്നത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തോന്നുന്നൊരു പടം, ഫോട്ടോ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ഒരുപാടുണ്ട് ആക്ച്വലി, ഒരുപാടുണ്ട് സത്യത്തിൽ. അതായിരിക്കും കുറെ സ്റ്റോറി പറയാനുണ്ടാവുക. സഫാരി സമയത്തൊക്കെ നമ്മൾ നല്ല ഫ്രെയിമിൽ കടുവയൊക്കെ കണ്ട് ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്ക് അത് മാറി. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത വെച്ചാൽ ഞാനും ട്രക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ മാത്രമേ കടുവയെ കണ്ടിട്ടുള്ളൂ. പറമ്പിക്കുളത്ത് വെച്ചാണ് അത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു 3 സെക്കൻഡ് ഞാൻ ക്യാമറ എടുത്ത് ഓൺ ആക്കിയപ്പോഴത്തേക്കും അത് കടലിൽ കയറിപ്പോയി. ജസ്റ്റ് കണ്ടെന്ന് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഒരു തെളിവില്ല. ഞാനേ കണ്ടുള്ളൂ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് 4 പേരും പറയുന്നുണ്ട്. ഇപ്പോഴും ആ വീഡിയോയിൽ ഞാൻ കടുവയെ കണ്ട കാര്യം പറയുമ്പോഴും ആൾക്കാർ ചുബ്ബ പൊളി പഠിക്കാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു തെളിവ് കാണിക്കാൻ ഒരു അനക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ കാട് അങ്ങനെയാണ് കേട്ടോ. അതെ, എനിക്ക് അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരെണ്ണം പറയാൻ പറ്റില്ല. എനിക്ക് ഈവൻ ഞാനൊരു ഫ്രെയിം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും പെട്ടെന്ന് മുന്നിൽ കൂടെ ഒരു വണ്ടി പാസ് ചെയ്ത് ഫ്രെയിം കട്ടായ പോലും എനിക്ക് ഒരു നഷ്ടം തോന്നാറുണ്ട്. നല്ലൊരു ഫ്രെയിം ആയിരുന്നല്ലോ. രാജാജി ടൈഗർ റിസർവില് ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നീല കളർ നല്ല ഒരുപാട് പൂക്കൾ വരും. അപ്പോൾ കംപ്ലീറ്റ് നീല കളറിലായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ലെപ്പേർഡ് ഇങ്ങനെ നടന്നു പോകുന്ന സീനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ ഫോട്ടോഗ്രാഫറിനേക്കാൾ കൂടുതൽ ഒരു യൂട്യൂബറും ഒരു വീഡിയോഗ്രാഫറും കൂടെ ആയതുകൊണ്ട് അതേ സീനിൽ ഒരു ലെപ്പേർഡ് നടന്നു വന്നു. സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന പോലെ ലെപ്പേർഡ് നടന്നു വന്നു. എനിക്ക് കൺഫ്യൂഷനായി, വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണോ. എനിക്ക് വീഡിയോ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കും, ഞാൻ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളി ഭംഗിയുള്ള ഫോട്ടോ ആയേനെ. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. ടെക്നിക്കലി എന്ത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നിക്കോൺ ആണ്. ഞാൻ പണ്ട്, അതായത് കാട് കയറി തുടങ്ങിയ സമയത്ത്, ട്രാവലിംഗ് തുടങ്ങിയ സമയത്ത് ഫ്യൂജി ഫിലിം ആയിരുന്നു.
അത് കഴിഞ്ഞ് നിക്കോണിലേക്ക് കയറി. ഫസ്റ്റ് ഒരു എൻട്രി ലെവൽ ക്യാമറ ആയിരുന്നു നിക്കോൺ C30 എന്ന് പറയുന്ന ഒരു ബേസിക് ക്യാമറയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അതിന്റെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്ന് മാത്രം, വലിയ അടിപൊളി ക്യാമറയൊന്നും ആയിട്ടില്ല. നിക്കോൺ C6 Mark III എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ്. അതും ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണെന്നേ ഉള്ളൂ, ഒരു വലിയ ഹൈ എൻഡ് ക്യാമറയല്ല. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡ് മോശമാണെന്നല്ല, പക്ഷെ വൈൽഡ് ലൈഫിന് കുറച്ചും കൂടെ ഇത് ബെറ്റർ ആണെന്ന് തോന്നിയതുകൊണ്ട് നിക്കോൺ ആണ് യൂസ് ചെയ്യുന്നത്. സെയിം നിക്കോൺ തന്നെയാണ്. നിക്കോൺ C8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല്. അപ്പോൾ അതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറെ പല പാനസോണിക്, സോണി അങ്ങനെ. അപ്പം വൈൽഡ് ലൈഫിന് കോളിൻ പറഞ്ഞ പോലെ നിക്കോൺ ആണ് നല്ലതെന്ന് എനിക്കും തോന്നി. ശരിക്കും പറഞ്ഞാൽ കോളിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ക്യാമറ നിക്കോണിലേക്ക് ആക്കിയത്. അപ്പം നിക്കോൺ C8 180-600 സെയിം ലെൻസാണ് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ചെറിയ ഗോപ്രോ അങ്ങനെയുള്ള ക്യാമറകൾ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ മെയിൻ ക്യാമറയാണ് പറഞ്ഞത്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ 4-5 ക്യാമറകൾ വേറെ ചെറിയ ക്യാമറാസ് ഒക്കെ ഉണ്ട്. മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഏകദേശം എത്ര ഇതിന് പ്രൈസ് റേഞ്ച് ഒക്കെ ആൾക്കാർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ? നമ്മള് എക്യുപ്മെന്റ്സിന്റെ മാത്രം പ്രൈസ് എടുക്കുവാണെങ്കിൽ ഒരു 8 to 10 lakhs വരും. എല്ലാം കൂടെ ക്യാമറ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ എക്യുപ്മെന്റ്സ് അല്ല, ക്യാമറ എക്യുപ്മെന്റ്സ് അല്ല. ഇതിന് ആക്സസറീസ് ഒരുപാട് വേണമല്ലോ. എല്ലാം കൂടെ ഏകദേശം ആ റേറ്റ് വരും. ഇപ്പൊ ക്യാമറയുടെ മാത്രം നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 3 to 4 lakhs ക്യാമറ ലെൻസും കൂടെ വാങ്ങാൻ പറ്റും. അതായത് ഒരു 3.5 ലക്ഷം രൂപയൊക്കെ ആവും C6 ലെൻസ്. ഏകദേശം ഒരു 4 അടുപ്പിച്ചാവും C8 180-600. അപ്പം വലിയ ഡിഫറൻസ് അല്ല, എന്നാലും ഒരു 5 ലക്ഷം രൂപയെ താഴെ നല്ല ഹൈ എൻഡ് ക്യാമറ വാങ്ങിക്കണമെങ്കിലാവും. അത് നിക്കോന്റെ. ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടെ എക്സ്പെൻസീവ് ആണ്. ഇതിലൂടെയാണ് ഞങ്ങളെ പടങ്ങൾ കാണുന്നത്. അല്ല, ആക്ച്വലി ഇത്ര എക്സ്പെൻസ് വരുന്നത് നമുക്ക് ഇത്രയും ഉണ്ടെങ്കിലേ കാർഡ് കയറാൻ പറ്റൂന്നില്ല. ഞാൻ കാർഡ് കയറിയ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നത് നിക്കോൺ C30 ആണ്. C30 70,000 രൂപയുടെ ക്യാമറയാണ്. അതും ഒരു 30,000-35,000 ആയിരുന്നു ലെൻസ്, 50-250 ലെൻസ്. അത് വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യം കാർഡ് കയറിയത്. എൻ്റെ ആദ്യത്തെ ഒരു ഓൾമോസ്റ്റ് ടേക്കഡി വീഡിയോയുടെ പകുതിയോളം ഞാൻ അതിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ക്യാമറ, പിന്നെ ഫോണും, പിന്നെ ഒരു ഗോപ്രോയും, ഇത് മാത്രമായിരുന്നു എൻ്റെ ആദ്യത്തെ എക്യുപ്മെന്റ്സ്. ഇപ്പൊ ആളുകൾ ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താ ഈ കാർഡ് കയറിയിട്ട് എന്താ കിട്ടണേ എന്ന് ചോദിക്കാറില്ലേ ആളുകൾ? കിക്കാണ് കിട്ടുന്നത്. ശരിക്കും ഒരു ഭയങ്കര തൃപ്തിയാണ്. നമ്മളിപ്പോ വേറെ ഒരു ജോലിയും ചെയ്യുന്ന പോലെയല്ല. ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു ആദ്യം. അപ്പൊ നമ്മൾ ബാക്കി ജോലികൾ ചെയ്യുന്ന പോലെയല്ല, കാട്ടിലേക്ക് ഇതെന്റെ ജോലിയുടെ ഭാഗം കൂടി ആയിട്ടാണ് കാട് കയറുന്നത്, പ്ലസ് എന്റെ ഇൻട്രസ്റ്റും കൂടിയാണ്. അപ്പൊ രണ്ടും കൂടി ആയതുകൊണ്ടായിരിക്കാം ഒരു 10 ദിവസം കാട്ടിൽ നിന്നാലും തിരിച്ചു വരാൻ നേരം സങ്കടമാണ്. അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലഹരി. അതെ, സെയിം ഞാൻ പറഞ്ഞല്ലോ കിക്കാണെന്ന്. അപ്പം ഈ കിക്കാണ് ഞാനിപ്പം ജോലി ചെയ്തോണ്ടാണ്, സൈഡിൽ കൂടെയാണ് ഇത് ചെയ്യുന്നത്. പാഷൻ. അതെ, പാഷൻ ചെറുപ്പം മുതലുള്ളതെന്ന് പറഞ്ഞില്ല, അത് ഇതുവരെ ചോർന്നിട്ടില്ല. അതുകൊണ്ടാണ് ജോലിയുടെ ഇടയ്ക്ക് കൂടെ ഇത് ചെയ്തോണ്ട് പോകുന്നത്. ഒരിക്കലും ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആണ്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് പേര് ഒരു തവണ വന്ന് തുടങ്ങി പിന്നെ തിരിച്ചു പോക്കില്ല. യാത്രയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പാക്കേജ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട്, മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ഒരു ട്രിപ്പിനൊക്കെ കൂടെ വന്നവര് ശരിക്കും പെട്ട് കിടക്കുകയാണ്. ഇനി എവിടെയാ പോണേ, ഞങ്ങൾക്ക് ഇനിയും വരണം എന്നൊക്കെ. അല്ല, സ്ഥിരമായിട്ട് ഞങ്ങളുടെ കൂടെ വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഉൾക്കാടുകളിലേക്കുള്ള യാത്രയുണ്ടല്ലോ, അത് എക്സ്പെൻസീവ് ആണോ? ഇപ്പൊ സാധാരണക്കാരായി ഇപ്പൊ എനിക്ക് കാട് കയറാൻ ആഗ്രഹമുണ്ട്, അപ്പൊ എന്നെ പോലെ ഒരാൾക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഈ ഉൾക്കാടുകളിലേക്കുള്ള ട്രക്കിംഗ്? 2 ടൈപ്പും ഉണ്ട്. അത് എന്നാ പറയണ്ടേ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാടുകളും ഉണ്ട്, അതുപോലെ നമുക്ക് ചെറിയ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഉദാഹരണത്തിന് ഇപ്പം പെരിയകൊമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പെരിയകൊമ്പ് ലോഗോസ് എന്ന് പറഞ്ഞിട്ട് ചിന്നാറിലൊരു സ്റ്റേ ഉണ്ട്. അത്യാവശ്യം കാടിനകത്താണ്, അനിമൽ സെറ്റിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. 3,500 രൂപയുള്ളിൽ 2 പേർക്ക് സ്റ്റേ, ഫുഡ്, ട്രക്കിംഗ് എല്ലാം കൂടെ ചേർത്തിട്ട്. മൂന്നാറിനടുത്താണ്. അതുപോലെ പെരിയാറിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ടൈഗർ ട്രെയിൽ, അതൊരാൾക്ക് 2 ദിവസത്തേക്ക് 10,000 ആവും. അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ട്, ചെറുതായിട്ടുള്ളതും ഉണ്ട്. നമുക്ക് പതിയെ വേണ്ടത് ഏതാണോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാം. ചില സ്ഥലത്ത് ടൈഗറിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കാം, ചില സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആനയും കാട്ടുപോത്തുകളും ഒക്കെ ആയിരിക്കാം. അങ്ങനെ ആനിമൽസ് കിട്ടുന്നതും ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊക്കെ ലക്കാണ്. ഇത്രയും കാശ് മുടക്കി പോയിട്ട് ഒന്നും കിട്ടാതെ വരാം. ഇഷ്ടംപോലെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ അടുത്ത് മസായിമാരി ആയിരിക്കും. കാരണം അത്ര ദൂരം പോണം. നമ്മുടെ ഇപ്പൊ ഒരുവിധപ്പെട്ട വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിന്റെ ഒക്കെ സ്വപ്നമായിരിക്കും മസായിമാര, ആഫ്രിക്ക. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷത്തിന് താഴെ, ഒരു 1.5 ലക്ഷം 2 ലക്ഷം ആ റേഞ്ചിലൊക്കെ വരും. ഒരു അത്യാവശ്യം ഒന്ന്
പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ അപ്പം അതാണ് എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ പോകാവുന്ന പോലത്തെയുള്ള എക്സ്പെൻസേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇന്നൊരു സ്ഥലത്ത് പോയിരിക്കണം എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? അത് തന്നെയാണ്. നോ ഡൗട്ട്. അത് ഫോട്ടോഗ്രാഫർ എന്നല്ല, ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായാൽ പോലും മസായിമാരെ ഒന്ന് പോയിരുന്നാൽ അതൊരു വേറെ ഫീലാണ്. അതൊരു ഹോളിഡേ മൂഡാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മൈൻഡ് റിഫ്രഷ് ആവുന്നൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഇത്ര നാളും കാണുന്ന കാഴ്ചകളല്ല, അനിമൽസിന്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലാണ്. അതൊരു ഭയങ്കര വേറൊരു ലോകം. ശരിക്കും പറഞ്ഞാൽ നമ്മള് മുന്നേ പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ഇത് കണ്ട് അതോട് ഭയങ്കര അഡിക്ഷൻ ആയതുകൊണ്ടാണോ ആയിരിക്കില്ല, വരുന്ന എല്ലാവരും തന്നെ ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ടല്ല, അങ്ങനെ ഒരു ലോകമാണത്. നമ്മള് എന്നാ പറയണ്ടേ, ശരിക്കും ഒരു സ്വപ്ന ലോകം. ചുറ്റും ആനിമൽസ്. അപ്പം കോളിനന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹം തൊട്ടടുത്ത് നടന്നു പോവാണ് ഭക്ഷണം കഴിക്കുന്നത്, സെൽഫി എടുത്തോണ്ടിരിക്കുക. അതുപോലത്തെ സീനൊക്കെയാണ് അവിടെ കാണുന്നത്. അത് എങ്ങനെ ഇപ്പൊ ഞങ്ങളെ പോലെ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോഴേ ഇവരിത് ആക്രമിക്കാനുള്ള ചാൻസസ് കൂടുതലല്ലേ? നിങ്ങൾ വളരെ ഈസി ആയിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അതെങ്ങനെ പോസിബിൾ ആവും? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ആക്ച്വലി നമ്മൾ സഫാരി വണ്ടിയിലാണ് ഇരിക്കുന്നത്. സഫാരി വണ്ടിയെ ആ സിംഹം ജനിച്ചു വളർന്ന കാലം മുതൽ, ആ സിംഹത്തിന്റെ അപ്പനും അതിന്റെ അപ്പനും ജനിച്ചു വളർന്ന കാലം മുതൽ സഫാരി അവിടെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-50 വർഷത്തിന് മുമ്പ് മുതലേ മസായിമാരയിൽ സഫാരി ഉണ്ട്. അവർ ജനിച്ചു വളരുന്ന കാലത്തെ ഈ വണ്ടികളെ കാണുന്നു. ഈ വണ്ടികളിൽ ഇവർക്കൊന്നും തിന്നാനില്ല. അപ്പൊ ഈ വണ്ടിയിൽ വന്ന് ഇവരൊന്ന് തട്ടി നോക്കിയാൽ ഇതൊരു ഇരുമ്പാണ്, ഇവരുടെ ഇരയല്ല. ഈ വണ്ടികളിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കാറുമില്ല. അപ്പൊ പിന്നെ ഇവർ രണ്ടും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ഇല്ല. സോ നമ്മൾ വണ്ടിയിൽ അകത്തിരിക്കുമ്പോൾ മൃഗങ്ങളുടെ വിചാരം ഇത് വണ്ടിയുടെ പാർട്ടാണ്, നമ്മൾ ഒരു മനുഷ്യനെ ആയിട്ടല്ല കാണുന്നത്. ആ മൊത്തം വണ്ടിയെ ഒരു സംഭവമായിട്ടാണ് മൃഗങ്ങൾ ഒരുപക്ഷെ കാണുന്നത്. നമുക്ക് കൃത്യമായിട്ട് തെളിവൊന്നുമില്ല, എങ്കിലും ഒരുപക്ഷെ അവരങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പൊ അതിനുള്ളിലിരിക്കുന്ന മനുഷ്യനെയും ഇവർ സെപ്പറേറ്റ് ആയിട്ട് കാണാത്തത് കൊണ്ട് നമ്മളെ അവരെ ആക്രമിക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ നമ്മൾ അവരെ അങ്ങോട്ട് ചെന്ന് പ്രൊവോക്ക് ചെയ്യാറൊന്നുമില്ല. അവരവിടെ ഇരിക്കുകയാണ്, നമ്മൾ അതിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ പ്രൊവോക്ക് ചെയ്യാത്തടത്തോളം കാലം അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മള് മുമ്പേ കടുവയുടെയും പുലിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. ബേസിക്കലി 2 കാര്യങ്ങള്. ഒന്ന്, അതിന് ത്രെറ്റ് ഇല്ല, അതായത് നമ്മുടെ അടുത്ത് അതിന് യാതൊരു ഉപദ്രവവും ഉണ്ടാവുന്നില്ല. 2, അതിനാവശ്യമുള്ള ഇരയോ കാര്യങ്ങളോ അത് നമ്മുടെ അടുത്തില്ല, വണ്ടിയിലില്ല. കാരണം മനുഷ്യർ അവരുടെ സ്വാഭാവിക ഇരയല്ല, അതിന് കഴിക്കാൻ പറ്റുന്നൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഈ 2 കാരണങ്ങളില്ലാത്തതുകൊണ്ട് വെറുതെ ആ ഒരു ആനിമലും വേറെ ആരെയും അങ്ങനെ ഉപദ്രവിക്കത്തില്ല. പ്രധാനമായിട്ട് ഈ 2 കാര്യത്തിലാണ്. ഒന്ന്, ഭക്ഷണത്തിന് ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട്. 2, ത്രെറ്റ് വരുമ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ഈ 2 ഇല്ലാത്തടത്തോളം നമ്മളെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതിന് ഓൾറെഡി വീഡിയോന്റെ അവസാനം പറയുന്നുണ്ടായിരുന്നു വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ട് വേണം വരാൻ. അപ്പത്തേക്ക് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇനിയിപ്പോ ശരിക്കും ചിലപ്പോ ആക്രമിക്കാനും സാധ്യത. ഇപ്പൊ അത് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ? 0.5%, 99.5% അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന 4-5 വർഷം മുമ്പ് കണ്ട് ഒരു വണ്ടി പ്രൊവോക്ക് ചെയ്തു. അതുകൊണ്ട്, അതായത് ലെപ്പേർഡ് അവിടെ ഉണ്ടായിരുന്നു, ലെപ്പേർഡ് വിത്ത് കില്ലായിരുന്നു. പക്ഷെ വണ്ടി അതിനടുത്തേക്ക് പോയത് കാരണം ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്തു എന്ന് കേൾക്കുന്നു. അതെത്ര 5 വർഷം മുമ്പെങ്ങാണ്ടോ ആണ്. അത് കഴിഞ്ഞ് ഇത്രയും കാലങ്ങളായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല. സോ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇപ്പം അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ഒരു ബോട്ട്സാനിയിലോ മറ്റോ ബോട്ടിലേക്ക് ആന വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ. അതൊക്കെ പക്ഷെ പ്രൊവോക്ക്, അതിന് ത്രെറ്റ് ഫീൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊവോക്ഡ് ആയതുകൊണ്ടോ ആവാം. ത്രെറ്റ് ഫീൽ ചെയ്തുകൊണ്ടാവാം. കൂടാതെ ആ വീഡിയോയിൽ തന്നെ കാണാം ആനയുടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കൂടെ. ഒരു കൂട്ടമാണ്, ചെറിയ കുട്ടിയടക്കം ഉണ്ട്. അപ്പൊ ബോട്ട് ആനയുടെ അത്ര അടുത്തേക്ക് പോയി, അതുകൊണ്ടാണ് ആന തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അങ്ങനെ 2 കേസിൽ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആനിമൽസ് ആണ്, ആനിമൽ ഇൻസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം ഓരോ ഇൻഡിവിജ്വൽ ആനിമൽസിന്. വെറുതെ പോകുമ്പോൾ നോക്കി വല്ല പേടിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നാം. വളരെ റയറായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇതിപ്പോ കാട് കയറി ട്രക്കിംഗ് ചെയ്ത് നിങ്ങൾക്കും ഈ മൃഗങ്ങളുടെ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കാൻ പറ്റുമോ? ശരിക്കും ഒരു വിധമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഫുള്ളി ഞങ്ങൾക്ക് അനിമൽ ലാംഗ്വേജ് മനസ്സിലാക്കുന്ന ആൾക്കാരൊന്നും അല്ല, എങ്കിലും ഒരുവിധം അവരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലായി തുടങ്ങും. അത് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള അറ്റാക്കിംഗ് ഒരു മൂഡിലാണോ, പിന്നെ ഇങ്ങോട്ട് വരുമോ അതോ കാമായിട്ടാണോ എന്നൊക്കെ ഉള്ളത് കണ്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് പിന്നെ കടുവ അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ കണ്ടാൽ ത്രെറ്റനാണോ അല്ലെങ്കിൽ അത് ചാർജിങ് ഒരു പരുവത്തിലാണോ നിൽക്കുന്നത്, അതോ മാറിപ്പോവാണെന്നൊക്കെ ഉള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ വിചാരിക്കും വീഡിയോ ലൈവായിട്ട് ഇപ്പോൾ ഒരു മൃഗത്തിനെ ആക്രമിച്ചിട്ട് അവശിഷ്ടം ഉണ്ടാവും,
ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി ഈ പരിസരത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് വീഡിയോ കാണുമ്പോഴേ. കാണണേന്ന് ഇത് എത്രയും അങ്ങനെ വരണേ. നിങ്ങൾ തിരിച്ചാണ് പ്രതീക്ഷിക്കുക വരണേ. ഞങ്ങൾ അത് വരാൻ വേണ്ടി ചിലപ്പോ 2-3 ദിവസമൊക്കെ അവിടെ ഇരിക്കേണ്ടി വരാറുണ്ട്. നമ്മുടെ ജിനോ, ഒരു ഓഫ് ബീറ്റ് ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്. പുള്ളി ജിനോ ഒരു ടൈഗറിന്റെ കില്ല് തേക്കടിയിൽ ഉണ്ടായിട്ട് പുള്ളി അവിടെ കൂടി 4-5 ദിവസം അവിടെ കിടന്നു. ടൈഗർ വരുന്ന ബാക്കി വന്ന് തിന്നുമല്ലോ, അത് തിന്നാൻ വേണ്ടിട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൈഗർ ട്രെയിൽ ക്യാമ്പ് എടുത്തേക്കുന്ന പുള്ളിയായിരിക്കും. ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ എക്സ്പെൻസീവ് ആണെന്ന്, ഓൾമോസ്റ്റ് 10,000 rupees വരും എന്ന് പറഞ്ഞില്ലേ. പുള്ളി അതൊരു 40 പ്രാവശ്യമെങ്കിലും എടുത്തിട്ടുണ്ട് ഈ ടൈഗറിനെ കാണാൻ. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അവസരം ഉണ്ടോ? ആക്ച്വലി ഒരു അവസരമുണ്ട്. അത് നമുക്ക് എന്തായാലും കാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പോകാൻ പറ്റില്ല. അത് പോകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, മൃഗങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, പോകുന്ന നമ്മൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ട്രിപ്പിലും ഒരു 5 പേരെ കൊണ്ടുപോകാറുണ്ട്. അതായത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന ട്രിപ്പാണ്. മാസത്തിൽ ഓരോ ട്രിപ്പ് ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾ രണ്ടുപേരോട് ഗ്രീൻ വൈബ്സ് എന്നുള്ള പേരിൽ ഒരു പാർട്ണർഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു ട്രിപ്പാണ് പോകാറുള്ളൂ. അത് ഒരു 4-5 മാസം മുമ്പ് അനൗൺസ് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യുന്ന 6 പേർക്കാണ് അങ്ങനെ പോകാൻ അവസരമുള്ളത്. അപ്പൊ അത് മുൻകൂട്ടി ചിലപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്ത് ചിലപ്പോൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഫില്ല് ആവാറുണ്ട്. അതെ, ആളുകൾക്ക് ചിലപ്പോൾ കിട്ടില്ല. നിങ്ങളുടെ കൂടെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് അടുത്ത ആഴ്ച അത് ഗ്രീൻ വൈബ്സിന്റെ തന്നെ, ഞങ്ങൾ ഗ്രീൻ വൈബ്സ് എന്നാണ് അതിന്റെ പേരിട്ടുള്ളത്. കസിരംഗ വരുന്നുണ്ട് നവംബർ 1st വീക്ക്. പിന്നെ മാസായിമാരുടെ ട്രിപ്പ് ഉണ്ട് ജനുവരിയിൽ. അതൊക്കെ ഓൾറെഡി ഫുള്ളാണ്. അയ്യോ, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കണം. അല്ല, ഞങ്ങൾ മുൻകൂട്ടി അനൗൺസ് ചെയ്യാറുണ്ട്. മാസായിമാര രണ്ട് പാക്കേജ് റണ്ണിങ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ വേക്കൻസി ഉണ്ട്, ഒരെണ്ണം ഫുള്ളാണ്. അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എടുത്ത പടങ്ങളെ ഞങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ശരിക്കും? ആക്ച്വലി അങ്ങനെ ഉണ്ട്. അങ്ങനെ ആൾക്കാർ ഈവൻ യൂട്യൂബിൽ തന്നെ ആദ്യം ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ മേടിക്കട്ടെ, അങ്ങനെ വാങ്ങാൻ കിട്ടുമോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് സെല് ചെയ്ത് തുടങ്ങി. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഫോട്ടോ ഫ്രെയിംസ് ആയിട്ടും മേടിക്കാം. അതല്ലാതെ ഈ റീസെന്റ് ആണ് ഞാൻ കുറെ ഫോട്ടോസ് ചേർത്തിട്ടൊരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 60 പേജുള്ള ഒരു ആൽബം. അത് വെറും ഫോട്ടോസ് മാത്രമല്ല, ഓരോ അനിമലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള, അപ്പോൾ അനിമൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും എല്ലാം ചേർത്തിട്ടുള്ള ആൽബം ഞങ്ങൾ സെല് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും ചേർത്തിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ആൽബം ഉണ്ട്, കോളിൻസ് മാത്രമായിട്ടുള്ള ആൽബം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാറില്ല. കോളി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. ഞാൻ മെയിനായിട്ടും വീഡിയോ ആണ്. ഞാൻ ഫോട്ടോ വളരെ കുറവേ എടുക്കാറുള്ളൂ. പിന്നെ ഒന്നാമത് എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ്, ജോലിയും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് പതിയെ ഇനി ഫോക്കസ് ചെയ്ത് തുടങ്ങണം കുറച്ചും കൂടെ ഫോട്ടോസിലിട്ട്. ഇതിപ്പോ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ജോലിയുടെ കൂടെ നമ്മുടെ പാഷൻ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് മലയാളി. ഞാനും ചോദിക്കാതെ, കാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എഫേർട്ട് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മളത് ഒരു ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര എഫേർട്ട് ഇടുന്ന ഫീൽ വരില്ല. പക്ഷെ എങ്ങനെ ഇത് രണ്ടും മാനേജ് ചെയ്യണേ? ബേസിക്കലി ജോലി ചെയ്യാതെ ജീവിക്കാൻ നിലവിൽ എനിക്ക് ഇത്തിരി പാടാണ്. അപ്പോൾ അത്രയ്ക്കും ഫിനാൻഷ്യൽ സ്ഥിതിയൊക്കെ, ജോലി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിനാൻഷ്യൽ എന്നാ പറയണ്ടേ സ്റ്റെബിലിറ്റിയിലോട്ട് വന്നിട്ടില്ല. വന്നാൽ ആ നിമിഷം നിർത്തിയിട്ട് ഞാൻ ഇതിന്റെ പുറകെ പോകും കാർഡിന്റെ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. കോളിങ് ചെയ്ത അത്രയും ഉള്ളൊരു എന്നാ പറയണ്ട ധൈര്യം എനിക്കില്ല. പക്ഷെ ഞാൻ ചെയ്യും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ പ്ലാനുണ്ട്. ഇപ്പം നിലവിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ. കാരണം വീക്കെൻഡ്സ് ഒക്കെ ട്രിപ്പ്, ഫാമിലി, അപ്പോൾ അതെല്ലാം കൂടെ മാനേജ് ചെയ്ത് വൈഫ്. അതെ, നമുക്ക് ഫാമിലി ടൈം ചിലപ്പോൾ കിട്ടില്ല അല്ലേ? വൈഫിന് ഒരു താങ്ക് യു, എനിക്കിങ്ങനെ പോകാനുള്ള അവസരം തരുന്നത്. ജിനി നോക്കിക്കോളൂ അതൊക്കെ. അപ്പോൾ എനിക്ക് കണ്ണമ്പൂട്ടി വീക്കെൻഡ് ട്രിപ്പ് പോകാം. പിന്നെ ഇടയ്ക്ക് ഫാമിലി ട്രിപ്പും ചെയ്യാറുണ്ട് കേട്ടോ. ഈവൻ ഫോറസ്റ്റ് ആണെങ്കിലും ഫാമിലി ട്രിപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. എന്നാലും ഇനി വീണ്ടും ഫാമിലി ആയിട്ടുള്ള ഫോറസ്റ്റ് ട്രിപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്കുള്ള ട്രിപ്പുകൾ കൂടുതലായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ശരി, ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷന്റെ പുറകെ പോകാൻ പറ്റില്ല. ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ഓരോ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. ആ ഒരാഴ്ച എന്റെ വൈഫ് പ്രത്യേകിച്ചും പറയാറുണ്ട്, കുടുംബത്തെ അങ്ങ് മറന്നു, കംപ്ലീറ്റ്ലി വിട്ട് നമ്മൾ വേറൊരു ഇതിലായിരിക്കും. പക്ഷെ അവള് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, അവള് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് സപ്പോർട്ട് ഇമ്പോർട്ടൻസ് ആണ്. കോളേജിൽ ഈ ധൈര്യം കാണിക്കാനുള്ള ഒരു എവിടുന്ന് കിട്ടിയ ധൈര്യം? രണ്ടും കൽപ്പിച്ചൊക്കെ ചെയ്തു. കല്യാണത്തിന് മുമ്പായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണം, കാടിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ
നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റയിലൂടെയാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അപ്പം ഓൾറെഡി കമൻസ് ഒരുപാട് പേരുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടുന്നു തോന്നുമ്പോൾ നിങ്ങളുടെ ഒരു എന്താ ശരിക്കും? അത് ഭയങ്കര തൃപ്തി കിട്ടുന്ന കാര്യം. അത് പലരും ഇപ്പോൾ നമ്മുടെ വീഡിയോ 1,00,000 പേര് കണ്ടാൽ ഈ 1,00,000 പേരൊന്നും കമന്റ് ചെയ്യില്ല. അതിൽ ചിലപ്പോൾ ഒരു 100 പേരൊക്കെ ആയിരിക്കും കമന്റ് ചെയ്യുന്നത്. പക്ഷെ ഓരോ കമന്റും എടുത്ത് ഞാൻ വായിച്ചു നോക്കും. ഭയങ്കര തൃപ്തിയാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് ഈ കമന്റിലൂടെ അല്ല അവർക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിനൊരു സുഖം കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സംതൃപ്തിയാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. നമ്മൾ വിചാരിക്കാത്ത ഒരു തലം അതിനുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഒരു തവണ ഒരു മെസ്സേജ് വന്നു. ഹോസ്പിറ്റലില് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ മറ്റേ ഇതില് സിനിമയിൽ കാണുന്ന പോലെ തൂക്കിയിട്ടിട്ട് ഒരു പുള്ളി എൻ്റെ കൂടെ വീഡിയോ കാണുന്നവര് ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നിങ്ങളുടെ വീഡിയോസ് എനിക്ക് തരുന്ന റിലാക്സേഷൻ ഭയങ്കര വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും. അപ്പൊ അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി, ഓ ഇത്രയൊക്കെ എഫക്ട് ഇത് ഉണ്ടാക്കുന്നുണ്ടോ. വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്യല്ല, അത് ഒരുപാട് പേരെ പല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അത് കാണുന്നവരുടെ ഒരു ഫീലിംഗ് കൂടി ആയിരിക്കും കേട്ടോ. ചിലർക്ക് അത്രയും താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് ഈ പച്ചപ്പും മഴയും ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കമന്റ്സ് നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന കമന്റ്സ് ആയിരിക്കും. രസമൊക്കെ എഴുതി അയക്കും. ഈ മണലാരണ്യത്തിൽ കിടന്ന് ഞങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നും. അത് നിങ്ങളുടെ പ്രസന്റേഷൻ എടുത്ത് പറയേണ്ടതാട്ടോ. ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നിങ്ങൾ രണ്ടുപേരും പ്രസന്റ് ചെയ്യുന്ന രീതി. അത് ഭയങ്കര രസമാണ്. അപ്പം ഇനിയൊരു യാത്ര ഒരു ആഗ്രഹമുണ്ട് ഇന്ന സ്ഥലത്ത്? ഒരുപാട് കാടുകൾ സഞ്ചരിച്ച ആളുകളാണ്, ട്രക്കിങ് ചെയ്ത ആളുകളാണെങ്കിലും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്കൊന്ന് കാട് കയറണം, ട്രക്കിംഗ് ചെയ്യണം, അല്ലെങ്കിൽ യാത്ര പോകണം. 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ആമസോൺ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഭയങ്കര. ഇപ്പൊ നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ നടക്കും. പിന്നെ കോസ്റ്റാറിക്ക. ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതും കുറെ വൈവിധ്യമാർന്ന കുറെ വൈൽഡ് ലൈഫും അല്ലെങ്കിൽ പിന്നെ ബേർഡ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കോസ്റ്റാറിക്ക, പിന്നെ ആമസോൺ. 2 സ്ഥലത്തും പോകാൻ പറ്റട്ടെ. കാരണം നിങ്ങൾ പോകുമ്പോഴേ ഞങ്ങൾ പോയ ഫീലാണ് സത്യത്തിൽ ഞങ്ങൾക്ക് കിട്ടണേ. ഞങ്ങളും കണ്ടു ആ സ്ഥലങ്ങൾ, അവിടുത്തെ മൃഗങ്ങളെ കണ്ടു. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും സാധിച്ചതില്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഒരുപാട് നന്ദി, താങ്ക് യു. നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒരു വൈൽഡ് ലൈഫ് കൂട്ടായ്മയുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പും മീറ്റപ്പും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വൈൽഡ് ലൈഫ് വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം ഇനി ഒരിക്കൽ അവരിലുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് വരാനും ബാക്കിയുള്ള ആൾക്കാരെ കാണാനും ഒക്കെ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും സാധിച്ചില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്.